നിയമസഭയിലെ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞതോടെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ വീണ്ടും പ്രതിസന്ധികൾ ഉണ്ടാകുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. വിവിധ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളെ കുറിച്ചും പുതുതായി ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷനുകളെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. നിലവിൽ ഏപ്രിൽ മാസത്തിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണത്തെക്കുറിച്ച് ഏപ്രിൽ 25 സർക്കാർ ഭാഗത്തു നിന്ന് യാതൊരു അറിയിപ്പുമില്ല. കഴിഞ്ഞ 2 മാസങ്ങളിലും 20-ാം തീയതിക്ക് മുമ്പായി സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് നടപടികൾ കഴിഞ്ഞതോടെ പെൻഷൻ വിതരണത്തിന്റെ വേഗത കുറഞ്ഞു പോയി എന്ന ആശങ്കയിലാണ് പെൻഷൻ ലഭിക്കുന്നവർ. ഏപ്രിൽ 25 ഈ മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കോ പെൻഷൻ ഭാഗത്തു നിന്ന് സർക്കാർ തലത്തിൽ നിന്ന് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. സാധാരണയായി വിതരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കേണ്ടതാണെങ്കിലും നിലവിൽ അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പെൻഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച വിവരമനുസരിച്ച് ഫണ്ട് അനുവദിച്ചാൽ മാത്രമേ വിതരണം നടത്താൻ സാധിക്കൂ. നിലവിലെ സാഹചര്യം വെച്ച് ഏപ്രിൽ 27-ാം തീയതി തിങ്കളാഴ്ചയ്ക്ക് ശേഷം മാത്രമേ പെൻഷൻ വിതരണം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. ഇന്നും ഉത്തരവൊന്നും വരാത്ത സാഹചര്യത്തിൽ തിങ്കളാഴ്ച ഉത്തരവ് വന്നാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സമയമെടുക്കും. അതിനാൽ ഏപ്രിൽ അവസാന തീയതികളാണ് ഇനി വിതരണം ഉണ്ടാകാനുള്ള സാധ്യത. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷനെ അപേക്ഷിക്കുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഏകദേശം 1 ലക്ഷത്തോളം അപേക്ഷകൾ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ പുതുതായി അപേക്ഷിച്ച എല്ലാവർക്കും ഈ മാസത്തെ വിതരണം സമയത്ത് തുക ലഭിക്കില്ല. എന്നാൽ നേരത്തെ മുതൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഏപ്രിൽ മാസത്തിലെ വിതരണം നടക്കുകയാണെങ്കിൽ മുടക്കം കൂടാതെ തുക ലഭിക്കുന്നതായിരിക്കും. ഫെബ്രുവരിയിൽ പെൻഷൻ ലഭിക്കുകയും മാർച്ചിൽ ലഭിക്കാതിരിക്കുകയും ചെയ്ത ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തിലെ കുടിശ്ശിക അടക്കം 2000 രൂപ ലഭിക്കാനാണ് സാധ്യത. BP റേഷൻ കാർഡുള്ള 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലേക്ക് ഇപ്പോഴും അപേക്ഷിക്കാം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ ഏപ്രിൽ ആദ്യം 2 ആഴ്ചയിൽ തന്നെ ഈ മാസത്തെ വിതരണം പൂർത്തിയാക്കിയിരുന്നു. ഇനി മെയ് മാസത്തേക്ക് അടുത്ത മാസം 25-ന് ശേഷം മാത്രമേ ക്ഷേമ പെൻഷൻ വിതരണം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷമായിരിക്കും പുതിയ സർക്കാരിന്റെ ആദ്യ ക്ഷേമ പെൻഷൻ വിതരണവുമായി മെയ് മാസത്തെ വിതരണം നടക്കുക. എങ്കിലും അടുത്ത മാസത്തെ പെൻഷൻ നൽകുന്നതിനുള്ള മുൻകൂട്ടിയുള്ള ഉത്തരവ് സർക്കാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം 3 ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതുവരെ ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത 2 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം വരെ ഗുണഭോക്താക്കളുടെ പെൻഷൻ തടയാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്ക് അത് നൽകുന്നതിനുള്ള അവസാന തീയതി സർക്കാർ നീട്ടി 2026 ജൂൺ 30 വരെ ആക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ നൽകാത്തവരുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെടാനാണ് സാധ്യത. പെൻഷൻ പദ്ധതിയിൽ ചേർന്ന ശേഷം ഇതുവരെ ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിലോ നഗരസഭയിലോ നൽകാത്തവർക്ക് മാത്രമാണ് ഇത് ബാധകമായിട്ട് വരുന്നത്. മറ്റ് ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇത് ബാധകമല്ല. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് മാത്രമേ പെൻഷന് അർഹതയുള്ളൂ. വിവാഹിതരായ മക്കളുടെ വരുമാനം ഇതിൽ കണക്കാക്കിയില്ല. വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ നൽകിയിട്ടില്ലെന്ന് സംശയമുള്ളവർക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് നോക്കാം. നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ടോ എന്ന് സേവന വെബ്സൈറ്റ് വഴി പരിശോധിക്കാവുന്നതാണ്. സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ പെൻഷൻ ഐഡിയോ ആധാർ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കുക. അവിടെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ ഭാഗത്ത് സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഉടൻ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഏൽപ്പിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.